ഡിസംബർ 29 വെള്ളിയാഴ്ച. ലൂക്ക 2:22 മുതൽ 35 വരെ വാക്യങ്ങൾ. പലർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, ക്രിസ്മസ് എന്ന് പറയുന്നത് സാന്താക്ലോസ് ആണ്. അവർ സമ്മാനങ്ങൾ ലഭിക്കാൻ കാത്തിരിക്കുന്നു. എന്നാൽ സുവിശേഷങ്ങളിലൊന്നും സാന്താക്ലോസിനെ കുറിച്ച് ഒരു പരാമർശവുമില്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, സാന്താക്ലോസ് ആണ് ഇപ്പോൾ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിഹ്നമായി മാറിയിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ വായനയിൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തി ഇന്ന് വളരെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ശിമയോൻ ആണ് അത്. വയോവൃദ്ധനായ ശിമയോൻ്റെ സാമൂഹികമോ അല്ലെങ്കിൽ മറ്റ് വിവരങ്ങളോ ഒന്നും ബൈബിളിലില്ല. ഒരു കാര്യം പറയുന്നത്, അവൻ നീതിമാനും ദൈവഭക്തി ഉള്ളവനുമായിരുന്നു എന്നാണ്. പരിശുദ്ധാത്മാവ് അവനോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് 3 പ്രാവശ്യം ഇന്നത്തെ വായനയിൽ പരാമർശിക്കുന്നുണ്ട്. അതിനാൽ അവൻ യഥാർത്ഥത്തിൽ സമർപ്പിതനായ ഒരു യഹൂദനായിരുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും. തൻ്റെ ജീവിതകാലത്ത് ദൈവം വാഗ്ദാനം നിറവേറ്റുന്നതിനായി വിശ്വസ്തയോടെ അവൻ കാത്തിരുന്നു. ദൈവം അത് നിറവേറ്റുകയും ചെയ്തു. തീർച്ചയായും വാഗ്ദാനങ്ങൾ പാലിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഒരു മിശിഹായെ അയക്കുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം ക്രിസ്മസ് ദിനത്തിൽ നിറവേറി. ഓരോ മനുഷ്യനും ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണിത്. ശിമയോനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടെ അവൻ തനിക്ക് ലഭിച്ച ഭാഗ്യത്തിന് അതിശയകരമായ വാക്കുകളുടെ ഏതാനും വരികൾ വിളിച്ചു പറയുന്നു. എന്നിട്ട് അവൻ ദൈവത്തെ അനുഗ്രഹിച്ചു. കർത്താവേ, ഇപ്പോൾ അടിയൻ സമാധാനത്തോടെ പോകട്ടെ, നിന്റെ പ്രവചനം നിറവേറി എന്ന് പറയുന്നു. പിന്നീട് മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും നേരെ തിരിഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. യേശു മഹത്തായ പ്രവൃത്തികൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണെന്ന് അവൻ മറിയത്തോട് പറഞ്ഞു. മാത്രമല്ല, ഒരു വാൾ അവളുടെ ഹൃദയത്തിൽ തുളച്ചു കയറും, അങ്ങനെ അനേകരുടെ ചിന്തകൾ വെളിപ്പെടുമെന്ന് കൂടി അവൻ കൂട്ടിച്ചേർത്തു. ശിമയോന്റെ വാക്കുകളോട് മറിയവും ജോസഫും എങ്ങനെ പ്രതികരിച്ചുവെന്ന് നമ്മൾ അറിഞ്ഞുകൂടാ. അവർ പേടിച്ചോ ആശ്ചര്യപ്പെട്ടുവോ? അവരുടെ കുട്ടി ആരാണെന്നും എന്തായിരിക്കുമെന്ന് അവർ ചിന്തിച്ചോ? ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളായി തങ്ങളെ തിരഞ്ഞെടുത്ത് എന്തുകൊണ്ടാണെന്ന് അവർ ചിന്തിച്ചോ? ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഒന്നും സാധാരണ നിലയിലായിരുന്നില്ല. എന്നിട്ടും അവർ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയി. തങ്ങളെ ഇത്രയും ദൂരം എത്തിച്ച ദൈവം വരും മാസങ്ങളിലും വർഷങ്ങളിലും തങ്ങളെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ നമ്മെ വലിച്ചു നീട്ടുന്ന സാഹചര്യങ്ങളും നാം അനുഭവിക്കേണ്ടി വരും. ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അവസരങ്ങളെക്കുറിച്ചൊന്ന് ഓർക്കുക. അത് ഒരു അസുഖമോ കുടുംബത്തിനുള്ളിലെ കലഹമോ
സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ജോലി നഷ്ടപ്പെടുന്നതോ ഒക്കെ ആയിരിക്കാം. ഈ സമയങ്ങൾ വേദനാജനകമാണ്. തുടർന്നുള്ള വെല്ലുവിളികൾ പലപ്പോഴും വലിയ ഉത്കണ്ഠ സൃഷ്ടിക്കുന്നു. നമുക്ക് മുന്നിലുള്ളത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഈ സാഹചര്യം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നും അറിയില്ല. ആ സമയമെല്ലാം നമുക്ക് മറിയത്തിലേക്കും ജോസഫിലേക്കും തിരിയാം. അവർക്ക് മനസ്സിലാകും. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരോട് പറയുക. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കാൻ അവരോട് ആവശ്യപ്പെടാം. അവരൊരിക്കലും നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. നിങ്ങളുടെ യാത്രയിൽ അവർ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.